1 2 3 10 വരെ പോലും കൗണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ. 9 വരെയൊക്കെ ആയിട്ട് എല്ലാവരും നിർത്തുന്നു. അതുകൊണ്ട് നമ്മൾ 1 2 3 10 വരെ തന്നെ 1 2 3 10 വരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഒന്നും കൂടെ കൗണ്ട് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കിക്കോ എങ്ങനെയാണ്. ടീച്ചറിന്റെ കയ്യില് എന്തുണ്ട്? ടീച്ചറിന്റെ കയ്യിൽ എന്തുണ്ട്? പെൻസിലുണ്ട് അല്ലേ. ടീച്ചറിന്റെ കയ്യില് പെൻസിലാണുള്ളത്. അപ്പൊ നോക്കിയേ, എത്ര പെൻസിൽ ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ. എത്ര പെൻസിൽ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, 1 2 3 4 5 6 7 8 9 10. എത്ര പെൻസിൽ ഉണ്ട്? അപ്പൊ ടീച്ചറിന്റെ കയ്യില് 10 പെൻസിലുണ്ട്. അപ്പൊ 1 2 3 4 5 6 7 8 9 10 വരെ എല്ലാവർക്കും കൗണ്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നോക്കിക്കോ, നമ്മുടെ 1 ഹാൻഡ്, എല്ലാവരുടെയും 1 ഹാൻഡ്, ഒരു കൈ മാത്രം ഉയർത്തിയേ. 1 ഹാൻഡ്, 1 ഹാൻഡില് എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1 2 3 4 5. എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5. ഓക്കെ, അപ്പൊ നമ്മുടെ 1 ഹാൻഡില് 5 ഫിംഗേഴ്സ് ഉണ്ട്. എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 ഫിംഗേഴ്സ്. എത്രയാണ്? നവോദയ 5 ഫിംഗേഴ്സ്. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നവോദയ വാച്ചിൽ കളിച്ചോണ്ടിരിക്കുവാണോ? 5 ഫിംഗേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ നോക്കിയേ, ഇനി നമ്മുടെ അപ്പൊ നമുക്ക് ഒരു ഫിംഗർ മാത്രമേ ഉള്ളൂ ഇല്ല അല്ലേ. 2 ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ. 2 ഫിംഗേഴ്സ് അല്ല, 2 ഹാൻഡ്സ് ഉണ്ട് അല്ലേ. എത്ര ഹാൻഡ്സ് ഉണ്ട്? 2 ഹാൻഡ്സ് ഉണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് 2 കൈകളുണ്ട്. 2 കൈകളിലും കൂടെ എത്ര വിരലുകളുണ്ട്? ഒരു കൈയിൽ മാത്രം 5 വിരലുകളാണുള്ളത് അല്ലേ. ഇനി അടുത്ത കയ്യിൽ എത്ര വിരലുണ്ട്? 5 അല്ലേ. അപ്പൊ നമുക്ക് 2 കൈകളിലൂടെ എത്ര വിരലുകളുണ്ടെന്ന് എണ്ണി നോക്കാം അല്ലേ. അപ്പൊ നോക്കേ, 2 ഹാൻഡ്സില് എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് അല്ലേ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇപ്പൊ എത്ര ഫിംഗർ ഉണ്ട്? 10 ഫിംഗേഴ്സ് ഉണ്ട്. 2 ഹാൻഡ്സില് നമുക്ക് 10 ഫിംഗേഴ്സ് ആണ് ഉള്ളത് അല്ലേ. ആണോ അവിടെ? 10 വിരലുകളാണ് നമുക്കുള്ളത്. എത്ര വിരലുകളുണ്ട്? 10 വിരലുകളാണുള്ളത് അല്ലേ. ഇനി നോക്കിയേ, എല്ലാരും നോക്കിയേ, 10 വിരൽ നമ്മള് 1 2 3 എന്നാണ് കൗണ്ട് ചെയ്തത്. ഇനി നമുക്ക് 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യാം അല്ലേ. 1 2 3 എല്ലാരും അവരുടെ വിരലുകൾ തൊട്ട് തന്നെ എണ്ണാൻ. 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ വളരെ വേഗത്തില് ടീച്ചറിന്റെ കൂടെ സ്പീഡിലാണ് കൗണ്ട് ചെയ്യണം. നിങ്ങൾ കൂടെ സ്പീഡ് ചെയ്യോ? ഓക്കേ, സ്പീഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഞാനാണ് ജയിച്ചത്, നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ സ്പീഡിൽ വരാം. ഓക്കെ, 1 ആരാണ് ജയിച്ചത്? നിങ്ങളാണ് ജയിച്ചത് അല്ലേ. അപ്പൊ ഇതുപോലെ വേണം കൗണ്ട് ചെയ്യാൻ. കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ വേഗത്തിൽ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുന്ന സമയത്ത് 1 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സമയത്ത് നീട്ടി ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യണമെന്ന് അറിയാമോ? 1 2 3 അങ്ങനെയല്ല. 1 2 3 4